ഭാട്ടിയ. 2005 ഹിന്ദി ചിത്രമായ ചൻസാ റൂഷൻ ചഹോരിയിലൂടെയാണ് തമന്ന അഭിനയ രംഗത്തേക്ക് കടന്നു വരുന്നത്. പിന്നീട് തെന്നിന്ത്യൻ സിനിമയിൽ സജീവമായ താരം ബാഹുബലി എന്ന ബ്രഹ്മാണ്ഡ ചിത്രത്തിലൂടെ ലോകശ്രദ്ധ നേടി. പയ്യ, ആയൻ, 100% ലവ്, ഹാപ്പി ഡേയ്സ് തുടങ്ങി നിരവധി ഹിറ്റ് ചിത്രങ്ങളിൽ അഭിനയിച്ച തമന്ന അഭിനയ മികവും സൗന്ദര്യവും കൊണ്ട് ആരാധകരുടെ പ്രിയങ്കരിയായി മാറി. മിൽക്കി ബ്യൂട്ടി എന്ന ആരാധകർ സ്നേഹത്തോടെ വിളിക്കുന്ന തമന്ന അടുത്തിടെ ദിലീപിന്റെ നായികയായി ബാദ്ര എന്ന ചിത്രത്തിലൂടെ മലയാളത്തിലും അരങ്ങേറ്റം കുറിച്ചിരുന്നു. സിനിമയ്ക്ക് പുറമെ വെബ് സീരീസുകളിലും ശ്രദ്ധേയമായ പ്രകടനങ്ങൾ കാഴ്ചവെച്ച നടി ഫാഷൻ ലോകത്തും തന്റേതായ ശൈലി കൊണ്ട് ശ്രദ്ധേയയാണ്. അഭിനയ രംഗത്ത് നടി പയറ്റുന്ന ചില പൊടിക്കൈകൾ പലപ്പോഴായി വെളിപ്പെടുത്തിയിട്ടുമുണ്ട്. അതുപോലൊരു തുറന്നു പറച്ചിലാണ് ഇപ്പോഴും ഉണ്ടായിരിക്കുന്നത്. ഇതുവരെയുള്ള തന്റെ സിനിമാ ജീവിതത്തെക്കുറിച്ച് മനസ്സ് തുറക്കുകയാണ് നടി. ചുംബന രംഗങ്ങളിൽ അഭിനയിക്കില്ലെന്ന പോളിസി തനിക്കുണ്ടായിരുന്നുവെന്ന് തമന്ന പറയുന്നു. ഞാൻ വളരെ കാലമായി വ്യായാമം ചെയ്യുന്ന ആളാണ്, പക്ഷേ ശരീരം ആവശ്യപ്പെടുന്നത് മാത്രമേ ചെയ്യുന്നുള്ളൂ. ശരീരത്തിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ മറന്ന് ഒന്നും ചെയ്യാറില്ല. ക്ഷീണിച്ചാലും ഉറക്കം വന്നാലും വ്യായാമം നിർത്തി വിശ്രമിക്കാനാണ് എനിക്കിഷ്ടം. അതുപോലെ ശാന്തമായ സ്ഥലങ്ങളിൽ പോകാനും ധ്യാനിക്കാനും ക്ഷേത്രങ്ങളിൽ പോകാനും തനിക്ക് ഇഷ്ടമാണെന്നും നടി തുറന്നു പറയുന്നു. അടുത്തിടെ നടത്തിയ കാശി യാത്ര തന്റെ ജീവിതത്തിലെ മറക്കാനാവാത്ത അനുഭവമായിരുന്നു. അവിടുത്തെ ആത്മീയ അന്തരീക്ഷം എന്നെ വളരെയധികം ആകർഷിച്ചുവെന്നും തമന്ന പറഞ്ഞു. ഒരു ഗ്ലാമറസ് നടിയായി താൻ മുദ്ര കുത്തപ്പെട്ടിട്ടുണ്ട്. എന്റെ കരിയറിന്റെ തുടക്കത്തിൽ ചില പോളിസികൾ എനിക്ക് ഉണ്ടായിരുന്നതിനാൽ ശക്തമായ വേഷങ്ങൾ എനിക്ക് നഷ്ടമായി. ചുംബന രംഗങ്ങൾ ചെയ്യില്ലെന്ന നയം ഞാൻ കർശനമായി ഒരു സമയം വരെ പാലിച്ചു. എന്നാൽ ആ വാശി ഒഴിവാക്കിയ ശേഷം ഞാൻ ബോൾഡും ഗ്ലാമറസുമായ വേഷങ്ങൾ ചെയ്യാൻ തുടങ്ങി. അതായിരുന്നു എന്റെ കരിയറിലെ വഴിത്തിരിവെന്നാണ് നടി പറയുന്നത്. മുൻപും സിനിമകളിലെ സ്ത്രീകളുടെ ഗ്ലാമർ റോളുകളെ കുറിച്ച് നടി സംസാരിച്ചിട്ടുണ്ട്. ഹോട്ട് സീനുകൾ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഇന്നത്തെ കാലത്ത് അത്തരം സീനുകളും സിനിമകളുമാണ് ഇൻഡസ്ട്രിക്കും പ്രേക്ഷകരും ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് ചുംബന രംഗങ്ങളിൽ അഭിനയിക്കാൻ ഇപ്പോൾ നിർബന്ധിതയാകുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്തരമൊരു ചട്ടക്കൂടിൽ നിന്ന് പുറത്തു കടക്കുന്നത് ഒരു പരിണാമമായിരുന്നു. ഇതാണ് തമന്ന പറഞ്ഞു വെക്കുന്നത്. നല്ല കഥാപാത്രങ്ങൾ ഏത് ഭാഷയിൽ നിന്ന് വന്നാലും സ്വീകരിക്കുന്ന കൂട്ടത്തിലാണ് താരം. ഇത് എടുത്തു പറയേണ്ടതാണ്.